വിമുരളീധരനാണ്, സനാതനധർമ്മത്തിന്റെ അപ്പോസ്തലനാണ്, ശ്രീനാരായണ ഗുരു എന്ന നിലയിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത്, അതിനെയാണ് യഥാർത്ഥത്തിൽ അതേ വേദിയിൽ വെച്ച് തന്നെ തീർത്ഥാടന വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം. സനാതനധർമ്മത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ മേൽമുണ്ട് വിവാദവും വരുന്നത് എന്നുള്ളതാണ് ലോജിക്കലി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുക. സുഹൃത്തുക്കളെ, അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് മേൽമുണ്ട് ധരിക്കണോ ഷർട്ട് ധരിക്കണോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായിട്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒരുപക്ഷെ സോക്കോൾഡ് ഹിന്ദുമത വിശ്വാസികളെല്ലാം ചെറുതായിട്ട് ഒന്ന് ഇളകിയിട്ടുണ്ട്. ഹിന്ദുമതത്തിന്റെ പേർക്ക് വീണ്ടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ അത്തരത്തിലുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്നാണ് എല്ലാവരുടെ സങ്കല്പം. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് ശ്രീനാരായണ ഗുരു പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള അവിടെയുള്ള ശിവഗിരി വെച്ച് നടന്ന ഒരു വലിയ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ എത്തുന്നു. അതിനു മുമ്പ് തന്നെ അവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ചിദാനന്ദപുരി പറയുന്നുണ്ട്, ശ്രീനാരായണ ക്ഷേത്രങ്ങളിലടക്കം ഇപ്പോൾ ഷർട്ട് ഇടാതെ കയറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഈ സംഗതി ഹിന്ദുമതത്തിന് തന്നെ എതിരാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രത്തിലും കയറാൻ പറ്റുന്ന രീതിയിൽ ക്ഷേത്രങ്ങളൊക്കെ മാറണം. കാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും വരണം. ഷർട്ട് ഈ പുരുഷന്മാർക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഷർട്ട് ഇടുന്ന ഒരു ഏർപ്പാട് വരുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെയാണെങ്കിൽ ഈ മാറുടൊക്കെ കാണുന്ന രീതിയിൽ വസ്ത്രമെല്ലാം അഴിച്ചിട്ടിട്ട് അവർ കയറേണ്ടി വരില്ലേ? അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഷർട്ട് അഴിച്ചിട്ട് കയറേണ്ട ഗതികേട് വരുന്നത് എന്ന രീതിയിലാണ് ചിദാനന്ദപുരി പറഞ്ഞത്. ചിദാനന്ദപുരി പറഞ്ഞതിനെ അംഗീകരിക്കുന്ന രീതിയിൽ നാട്ടുകാർ ചർച്ച ചെയ്യട്ടെ എന്ന രീതിയിൽ പിണറായി വിജയനും അതിനെ ഒന്നുകൂടി എടുത്തു പറയണ്ടായി. ഇപ്പോ സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ ഹിന്ദുമതത്തെ നേരാക്കാൻ നടക്കുകയാണ്. അങ്ങനെ നടക്കേണ്ട സഖാവ് പിണറായി വിജയ എന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമന്റുകളാണ് ഇപ്പോൾ മുഴുവൻ വന്നിരുന്നത്. തുടക്കത്തിൽ പറഞ്ഞോട്ടെ, ഇത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതല്ല, ഇത് ചിദാനന്ദപുരി നാരായണ ഗുരുകുലം എന്തായാലും അദ്ദേഹം പറഞ്ഞതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കരച്ചില് അത് സുജയ പാർവതി എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ആ ഒരു സംഘടനയുടെ കരച്ചിലാണ്. ഗംഭീരമായ കരച്ചിലാണ്. എന്താണ് അവരെ കരച്ചിലെന്നും ആക്ച്വലി എന്താണ് ഈ വിഷയത്തിന്റെ കാതലെന്നും അമ്പലങ്ങളിലേക്ക് ഷർട്ട് ഇടാതെയാണോ ഷർട്ട് ഇട്ടിട്ടാണോ പോകേണ്ടത് എന്ന് ഈ ഒരു 2024 ഇപ്പൊ 2025 ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് മുതലാണ് നമ്മുടെ അമ്പലങ്ങളിലേക്ക് ഷർട്ട് ഇട്ട് വരേണ്ട ഗതികേടുകൾ ഉണ്ടായത് എന്നതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തില് അമ്പലങ്ങളിലേക്ക് കയറുവാനോ അല്ലെങ്കിൽ അതിന് ചുറ്റുവറ്റത്തുള്ള സ്ഥലങ്ങളിലൂടെ വഴികളിലൂടെ നടക്കാൻ പോലും ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കയ്യിൽ ചരടും കെട്ടി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന പല ആളുകൾക്കും സാധിച്ചിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് സമരത്തിന്റെയും അടികൊണ്ടതിന്റെയും ഭാഗമായിട്ട് ഒരുപാട് സമരത്തിന്റെ ഈവൻ ഗാന്ധി അടക്കം വന്നിരുന്ന് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് കയറാനുള്ള അധികാരം രാജ പ്രസ്താവന ഉണ്ടായിട്ടും 12 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ധൈര്യപൂർവ്വം അവിടേക്ക് ആളുകൾ വരാൻ തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വിശ്വാസത്തിന് അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആളുകൾ അങ്ങനെ ഒരു വലിയ ഭയത്തിന്റെ രീതിയിൽ അങ്ങനെ കെട്ടിയിടപ്പെടുന്നതാണ്. എന്തൊക്കെയായാലും ഇവിടെ നടക്കുന്ന ചർച്ച അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ആ ചർച്ചയിലൂടെ നമുക്കൊന്ന് പോയി പോകാം. വിമുരളീധരനാണ്, സനാതനധർമ്മത്തിന്റെ അപ്പോസ്തലനാണ്, ശ്രീനാരായണ ഗുരു എന്ന നിലയിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത്, അതിനെയാണ് യഥാർത്ഥത്തിൽ അതേ വേദിയിൽ വെച്ച് തന്നെ തീർത്ഥാടന വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം. സനാതനധർമ്മത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ മേൽമുണ്ട് വിവാദവും വരുന്നത് എന്നുള്ളതാണ് ലോജിക്കലി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുക. അതാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്നത്, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറയുന്നതിന്റെ കാരണം ഏതർത്ഥത്തിലാണ് നിങ്ങൾ പുരുഷഭട്ടന്മാർ ചില ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ വസ്ത്രം ഈ മേൽവസ്ത്രം ധരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്? അതിനൊരൊറ്റ കാരണമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വളരെ ലോജിക്കലായ ചോദ്യമാണ്. അതും ഒരു സന്യാസ ശ്രേഷ്ഠനെ ഇത്തരം ലോജിക്കലായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹം ആ ചോദ്യത്തെ പറ്റി ആലോചിക്കുകയാണ് വേണ്ടത്. എന്താണ് ആ ചോദ്യം ചോദിച്ചത്? എന്താണ് വസ്ത്രം മാറ്റിയാൽ കാണാൻ കഴിയുന്നത്? വസ്ത്രം മാറ്റിയാൽ ശരീരത്തിൽ ഒരൊറ്റ അടയാളമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അത് സാമൂഹികമായ ഒരു അടയാളമായിരുന്നു. അത് ജന്മം സിദ്ധമായിട്ട് കിട്ടുന്ന അടയാളവും ആയിരുന്നില്ല. ആ സാമൂഹികമായ അടയാളം എന്ന് പറയുന്നത് പൂണൂലായിരുന്നു. അപ്പൊ പൂണൂലുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയണം. അതിനുവേണ്ടി നിങ്ങൾ ഉടുപ്പ് ഊരിയണം, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷർട്ട് മാത്രമല്ല, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരിടത്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ചില ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ചില ചക്രങ്ങൾ നെഞ്ചിനുള്ളിലുണ്ട്. ചിലരുടെ സ്ത്രീകളുടെ ചക്രങ്ങൾ ആദ്യ ചക്രമോ മറ്റോ അത് നെറ്റിയിലാണുള്ളത്, എന്നാൽ പുരുഷന്മാരുടേത് അങ്ങനെയല്ല, നെഞ്ചിലാണുള്ളത് തുടങ്ങിയ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനെ വിദണ്ഡവാദം എന്ന് പറയും. ചില ആൾക്കാരൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്
എന്തോ പോസിറ്റീവ് എനർജി വരാനുണ്ട്, അത് നേരിട്ട് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആവാഹിക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷന്മാരെല്ലാം ഷർട്ട് ഊരണം എന്നൊക്കെ പറയുന്ന ഒരു കാരണമൊക്കെ വെച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാ വസ്ത്രവും അണിഞ്ഞ് പരിപൂർണമായിട്ട് മാറൊക്കെ മറച്ചു നടക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടേ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അത്ര എന്തോ ഒരു ചക്രം കിടക്കുന്നത് സ്ത്രീകളുടെ തലയുടെ ഈ നെറ്റിയുടെ ഭാഗത്തിനകത്ത് കിടക്കുന്നത് എന്ന് പറയുന്ന വിദണ്ഡവാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ഷർട്ട് ഊരുക എന്ന് പറയുന്ന സംഗതി കാലങ്ങൾക്ക് മുമ്പേ വരാനുള്ള ഒരു ഒറ്റ കാരണം, ആ വരുന്ന വ്യക്തി, ആ ഒരു ആണൊരുത്തൻ നമ്പൂതിരിയാണോ പൂണൂലുട്ടവനാണോ അല്ലയോ എന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു. അതല്ല എങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ആട്ടി പുറത്താക്കാനും വേണ്ടി മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വന്നിരുന്നതെന്നുള്ളതാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സുജയ പാർവതിയാണ്. സുജയ പാർവതിയുടെ ആ കരച്ചിൽ നമുക്കൊന്ന് കിടക്കാം. എല്ലായിടത്തും പുരോഗമനം വരണമെന്നുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? എല്ലാ സമുദായത്തിലും വരണം. പക്ഷേ സമുദായത്തിൽ എവിടെ ഉള്ളത് പറയും. എല്ലായിടത്തും വരണം. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ക്ലബ് എന്ന് പറയും? എല്ലായിടത്തും പുരോഗമനം വരണമെന്ന് പറയൂ. ഏത് മതത്തിലാണ് മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്? നമുക്ക് ചർച്ച ചെയ്യാം. പറയൂ, ഏത് മതത്തിലാണ്? ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത്, അതോ താങ്കൾ കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ടാണോ പോകുന്നത്? മനസ്സിലായി. നോക്കൂ, ഈ സുജയ പാർവതി ഇത്തരത്തിലുള്ള ആളുകൾ, ഈ സംഘടികളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ഇന്ത്യയിലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിടും. അവരുടെ മതത്തിലുണ്ടല്ലോ, അതെന്തുകൊണ്ട് നിങ്ങൾ എതിർക്കാത്ത, അല്ലെങ്കിൽ ആ മതത്തിൽ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കട്ടെ. നോക്കൂ, നമ്മളെ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അമ്പലങ്ങളിലേക്ക് ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരിയാണ് അല്ലയോ എന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഷർട്ട് അഴിച്ച് കയറണമെന്ന് പറഞ്ഞ ആ ഒരു വാദത്തെ എതിർത്തിട്ട് ഒരു വലിയ മാറ്റം സംഭവിക്കണമെന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന സമയത്ത് അവിടേക്ക് വേറെ വസ്ത്രം ധരിക്കാത്തത്? ഈ ഹജ്ജിന് പോകുന്ന പറയുന്ന ആ ഒരു സ്ഥലം കിടക്കുന്ന നമ്മുടെ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്. അതും ഇസ്ലാമിക നിയമങ്ങൾ വെച്ച് മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു രാജ്യത്തിനുള്ളിലാണ് അത് സംഭവിക്കുന്നത്. ആ രാജ്യത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതും സാമൂഹിക മാറ്റം വരുത്തേണ്ടതും ഈ കേരളത്തിലാണ്. ഈ കേരളത്തിലെ ഹിന്ദു മതത്തിൽപ്പെടുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ കൂടി മാറ്റം വരുത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ നടത്തേണ്ട ചർച്ചയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഇന്റർനാഷണൽ ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ അത് നമുക്കൊരു ഉത്തരമില്ലാതെ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. അങ്ങനത്തെ ഒരു പെടൽ മാത്രമാണ് ഇവിടെ അരുൺകുമാറും ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിശബ്ദമരായി പോകുന്നുണ്ട് നമ്മുടെ സുജയ പാർവതി. അതിലേക്ക് കടക്കാം. ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത്? ഇന്ത്യയിലെ കാര്യമാണോ സൗദിയിലെ കാര്യമാണോ? വിശ്വാസത്തിന്റെ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. സൗദിയിലെ കാര്യം. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ്? അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട്. ആ നിഷ്കർഷ അനുസരിച്ചാണ് മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരള ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. മലയാളിയായ മതപരമായ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിൽ ഇരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് മാറണമെന്ന് പറയുന്നത് എന്താ സംബന്ധമാണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസി സച്ചിദാനന്ദ പ്രതികരിച്ച ഒരു കാര്യമാണ്. സന്യാസി സമൂഹത്തിനകത്ത്, സന്യാസി കൂട്ടായ്മയ്ക്കകത്ത് ഈ ചർച്ച നടക്കുകയും ഒരു പ്രമേയം പാസാക്കുകയും ചെയ്ത വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയ ശേഷമാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നത്. അത് എന്താ പറയാ, ഹിന്ദു സമൂഹത്തിന് പുറത്തുനിന്ന് വന്ന ചർച്ചയല്ല, അതിനകത്ത് വന്ന ചർച്ചയാണ്. അതിൽ പുരോഗമനപരമാണോ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് സന്യാസിമാർ തന്നെ പറയുകയാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് അവിടെ കിട്ടിയ ഒരു വ്യക്തം. കൃത്യമായിട്ടും സന്യാസിമാർ തന്നെ കൃത്യമായിട്ട് പറയുന്നത് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഇത് സാമൂഹ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ നമ്പൂരന്മാരെയും, അതായത് ഈ പൂണിലിട്ടവരും പൂണിലിടാത്തവരെയും കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടി തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ തമിഴ്നാട് പോലെയുള്ള സ്ഥലത്തെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ തെലുങ്ക് നാടുകളിലെ ക്ഷേത്രങ്ങളിലോ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് നമുക്ക് കയറാം. ഇവിടെ മാത്രമാണ് ആ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് എന്നതാണ്. കഴിയുന്നില്ല കേട്ടോ. അരുൺകുമാറിന്റെയും സുജയുടെ വാക്കുകൾ അവസാനിക്കുന്നില്ല, കരച്ചിലുകൾ ഇനിയുണ്ട്. മേൽമുണ്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഷർട്ട് ഊരിയതിനു ശേഷം ഷർട്ടില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറുന്ന ആളുകളെയാണ് ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും കാണുന്നത്. എവിടെയെങ്കിലും അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തരത്തിൽ ഷർട്ടിട്ടില്ല അല്ലെങ്കിൽ ഷർട്ടിടാതെ ആണ് കയറേണ്ടത് എന്നുള്ളത് സ്വയം ഏറ്റെടുക്കുന്ന ആളുകളെയാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാണാറുള്ളത്. അല്ലാതെ ഒരാൾ അവിടെ നിന്നുകൊണ്ട് വടിയും പിടിച്ച് നിന്ന് ഷർട്ടൂര് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ കഴിയൂ എന്നതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. ക്ഷേത്രത്തിൽ പോയി ആരാധിക്കാനായി ഒരു വ്യക്തി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട്
ആരാധനയ്ക്കായി അകത്തേക്ക് കയറുന്നു. അങ്ങനെയാണെങ്കിൽ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകാം. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചർച്ച നടത്താമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും പറഞ്ഞാലും ഞാൻ അതിശയിക്കുന്നില്ല. കാരണം വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് ചോദിച്ച ഒരാളിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. സുജയ പാർവതിക്ക് എങ്ങനെയെങ്കിലും പിണറായി വിജയൻ നെഞ്ചത്തേക്ക് കയറണം എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട്. ഇതൊരു വ്യക്തിപരമായ തീരുമാനം എന്നുള്ളത്. എത്രയോ കാലമായിട്ട് ഷർട്ട് ഇട്ട് മാത്രമേ അമ്പലത്തിലേക്ക് കയറാൻ പാടുകയുള്ളൂ എന്നുള്ള ബോർഡുകളൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത് എന്തിനായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കുറെ വിദഗ്ധവാദങ്ങൾ, നെഞ്ചിനകത്ത് അല്ലെങ്കിൽ സ്ത്രീകളെ നെറ്റിയുടെ മേലെ എന്തൊക്കെ ഇരിക്കുന്നു എന്നുള്ള വാദങ്ങളാണ്. സയന്റിഫിക്കലി ഇങ്ങനത്തെ ഒരു തേങ്ങയും ഇല്ല എന്ന് നമുക്ക് അറിയാമായിരുന്നിട്ട് പോലും വിശ്വാസത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിശബ്ദരായി പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ്. ഇത് പേഴ്സണൽ തീരുമാനത്തിന്റെ ഭാഗമല്ല, സാമൂഹികമായിട്ട് വന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമായിരുന്നു അത്തരത്തില് ഷർട്ട് ഇടാതെ പോവുക എന്നുള്ളത്. അത് പിന്നീട് കാലങ്ങളായിട്ട് ആളുകൾ അങ്ങനെ ആചരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേരളത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മറുപടി പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ അടിയിൽ വന്ന് മറുപടി പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വെക്കാം. എല്ലായിടങ്ങളിലും അങ്ങനെയാണെങ്കിൽ, അതായത് ഈ നിസ്കാരത്തിനായാലും പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ കണ്ടില്ലേ. ഇവർക്ക് ഇങ്ങനത്തെയുള്ള വർത്തമാനങ്ങൾ മാത്രമാണ്. ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവർ വളരെ പെട്ടെന്ന് മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കും. ഈ മാറ്റം എന്താ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇവരെ ചർച്ചയുടെ ഏറ്റവും ഫലവത്തായിട്ടുള്ള രീതിയിലേക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും ഇത് ചിദാനന്ദ പുരി എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. ഇങ്ങനെ സംഭവിക്കണ്ടേ, സാമൂഹികമായിട്ടുണ്ടായ ഈ ഒരു മാറ്റത്തെ ഈ ഒരു പുതിയ കാലഘട്ടങ്ങളിൽ പുതിയ രീതിയിലൊക്കെ നമ്മൾ ഇതിനൊക്കെ ഏറ്റെടുക്കേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള എന്തായാലും ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇനി ഒരിക്കലും അങ്ങനെ ഷർട്ട് ഒരു കയറി എന്ന് പറഞ്ഞ പരിപാടി പാടില്ല എന്ന് സിദ്ധാന്തപുരി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ് ക്ഷേത്രം, എന്താണ് അമ്പലമെന്നും എന്താണ് അതൊക്കെ സമൂഹത്തിന് ചെയ്യുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0% മാത്രമാണ് അത് ഗുണമായിട്ടൊക്കെ ചെയ്യുന്നത്. ചില ആളുകളുടെ മെന്റൽ പ്രോബ്ലംസ്, മാനസികമായിട്ടുള്ള ചില ആശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെ അവിടേക്ക് പോകാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ ഗുണമില്ല എന്ന് നമ്മുടെ ഒരു സിനിമാ നടൻ ഗംഭീരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളോട് കൂടിയിട്ട് എനിക്കൊന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കണം. അമ്പലത്തിൽ കയറുമ്പോൾ ഈ ഷർട്ട് ഇടണോ, ആണുങ്ങൾ മാത്രം ധരിക്കുന്ന ഈ ഒരു വസ്ത്രം മേൽമുണ്ട കണിഞ്ഞ് കയറണോ വേണ്ടയോ എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. ഇത് സാമൂഹ്യപരമായിട്ടുണ്ടായ ഒരു സംഗതിയല്ലേ? അതിനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കേണ്ടേ എന്നുള്ളതൊക്കെയാണ് സ്വാമി ചിദാനന്ദപുരി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ചോദ്യം. നിങ്ങളുടെ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യന്റെ ചില്ലിക്കാശ് പോലും ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ പേരിൽ അത്യാഡംബരങ്ങളുടെ അടയാളങ്ങളായ പടുകൂറ്റം പള്ളികളിലും അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും മതസ്ഥാപനങ്ങളിലും ഒക്കെ ഇങ്ങനെ കണക്കില്ലാത്ത സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. ശരിക്കും ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന ദരിദ്രരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പേരിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഈ സമ്പത്ത് അതിന്റെ യഥാർത്ഥ അവകാശികളായ ദരിദ്രരുടെ പട്ടിണി മാറ്റാൻ, അവന്റെ വിശപ്പ് മാറ്റാൻ, വിട്ടു നൽകാൻ അത് കൈയാളുന്നവർ തയ്യാറാകണം എന്നുള്ളതാണ് എന്റെ അതിനകത്തുള്ളൊരു ആശയം. അപ്പൊ ദൈവത്തിന് മനുഷ്യന്റെ പൈസ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ കാര്യം, സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ദൈവത്തിന്റെ പേരിൽ തമ്മിൽ തല്ലും. ഇതിനേക്കപ്പുറം ഈ വീഡിയോ എനിക്ക് വേറെ ഇതിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നിപ്പോകുന്നു. സുഹൃത്തുക്കളെ, ബൈ.